2001 ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേയില്ല, നിയമസഭാ അംഗമായി പ്രവർത്തിച്ചുള്ള ശീലവുമില്ല. കൗമാരപ്രായത്തിൽ വീട്ടുകാരൊരു കല്യാണം നിർബന്ധിച്ചപ്പോൾ കല്യാണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നാടുവിട്ടു. അടുത്ത 30 കൊല്ലക്കാലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വിവരവുമില്ല. അക്കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാർത്തകൾ മാത്രമേ നമുക്കിപ്പോൾ അറിയാവൂ. ഞാൻ അവിടെയായിരുന്നു, അദ്ദേഹം RSS ചേർന്നു, അതിൻ്റെ സംഘപ്രചാരകനായി മാറി, അങ്ങനെ ഡൽഹിയിൽ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു, അങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ടും പരിചയമുണ്ട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയായിരിക്കാം. പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഗുജറാത്ത് നിയമസഭയിലെ തിരഞ്ഞെടുപ്പിലാണ്. ജയിച്ചു. 2002 അവിടെ കൂട്ടക്കൊല. 2002 കൂട്ടക്കൊല. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹവും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായും കൂടിയാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. നമ്മൾ പറഞ്ഞല്ല, റിപ്പോർട്ടുകൾ അന്ന് വന്നു. കേസുകളെടുത്തു. ആ കേസ് രജിസ്റ്റർ ചെയ്ത മലയാളിയായ അയാളെ പിടിച്ച് ജയിലിലിട്ടു. ആരാ? നമ്മുടെ ഉരുട്ടമ്പലത്തുകാരൻ രാമപിള്ളയുടെ പൗത്രൻ ബാലരാമൻ രാമപിള്ള എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് RV ശ്രീകുമാർ. കേസെടുത്തു. കേസെല്ലാം ചീറ്റിപ്പോയി, ഒന്നും ശിക്ഷിച്ചില്ല. 2014 അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നിട്ടില്ല. നടാടെ കന്നി അയ്യപ്പനായിട്ടാണ് പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ AB വാജ്പേയിയോ അല്ലെങ്കിൽ നമ്മുടെ LK അദ്വാനിയോ തുടങ്ങിയ ആൾക്കാരൊക്കെ പണ്ട് മുതലേ പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോറ്റിട്ടുണ്ട്, പാർലമെൻറ്റിൽ അംഗമായിരുന്നിട്ടുണ്ട്. 67 മന്ത്രിസഭ, ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയുടെ കാലത്ത് പെട്രോളിന് വില കൂടിയപ്പോൾ കാളവണ്ടിയിൽ പാർലമെൻറ്റിലേക്ക് സഞ്ചരിച്ചു വാജ്പേയി. അന്ന് വാർത്തയുണ്ടാക്കിയതാണ്, അങ്ങനെ കാളവണ്ടിയിൽ കയറിപ്പോകണം. കാരണം കാളവണ്ടിക്ക് പെട്രോൾ വേണ്ടല്ലോ, പെട്രോളിന് വില കൂടിയപ്പോൾ. അപ്പോൾ ഒരു പാർലമെൻ്ററി രംഗത്ത് പരിചയസമ്പന്നരാണ്. പക്ഷേ മോദിക്കോ ഒരു സമ്പത്തുമില്ല. എന്നു മാത്രമല്ല, 2014 അദ്ദേഹം വിജയിച്ച് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ അന്താരാഷ്ട്ര സമൂഹം ഓർഡർ നേടിയിട്ടു, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും. അദ്ദേഹത്തിൻ്റെ കഥകൾ അവിടെ പ്രചരിപ്പിച്ചു. അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. അമേരിക്ക, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2014 അമേരിക്കയിൽ അദ്ദേഹത്തെ ഇറങ്ങാൻ അനുവദിക്കില്ല, വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് മാറ്റിയെടുത്തത്? അദ്ദേഹം മാറ്റിയെടുത്തത് കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ്. കോർപ്പറേറ്റുകൾ മീഡിയയെ നിയന്ത്രിച്ചു. എല്ലാ മീഡിയയും, ഇലക്ട്രോണിക്, പ്രിൻ്റ്, പിന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, AR ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വാധീനിച്ചു. കാരണം ഇപ്പോൾ ഒരുപാട് സ്വകാര്യ AR ഉണ്ട്. സ്വാധീനിച്ചു. അങ്ങനെ ഒരു ഇമേജ് ബൂസ്റ്റ് ചെയ്തു. ആ ഇമേജ് ബൂസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒറ്റ വ്യക്തിയാണ് ബൂസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇമേജ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ RSSനകത്ത് പ്രശ്നമായി. BJP ഞാൻ പറഞ്ഞൊരു പ്രത്യക്ഷ രൂപത്തിൽ നിൽക്കുന്ന ഒരു മുഖം മാത്രമാണ്. ഈ പണ്ടൊരു പുഴയിലോ അല്ല കടലിലോ എങ്ങാണ്ട് പുഴയിൽ ഒരു പാറ കണ്ട് ഒരു സന്യാസി പാറപ്പുറത്ത് കയറിയിരുന്ന് ധ്യാനിച്ചു. പഞ്ചതന്ത്രം കഥയിലുള്ളതാണ്. ഒരു ചെറിയ പാറ കണ്ടു പുഴയുടെ നടുക്ക്. അപ്പോൾ ശല്യമൊന്നുമില്ലാതെ കയറി രാവിലെ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റി. അവിടെ കയറി ധ്യാനിച്ചു. പക്ഷേ കഴുത്തറ്റം വെള്ളം മുങ്ങിയപ്പോഴാണ് മൂപ്പര് കാര്യം അറിഞ്ഞത്. ഇതൊരു ആമയുടെ പുറത്താണ് കയറിയിരുന്നത്. ആമ കൊണ്ട് നീന്തിപ്പോയി. അപ്പോൾ വെള്ളത്തിലായിപ്പോയി. ഈ BJP എന്ന് പറഞ്ഞാൽ ആമയുടെ തോട് പോലെ അടിയിൽ മറ്റത് കിടക്കുക. അപ്പോൾ RSSനകത്ത് പ്രശ്നം വന്നു. അവരെയും ഒതുക്കി, മീഡിയ ഒതുക്കി. അമിത്ഷായെ മാത്രമേ അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ. അമിത്ഷാ ഇപ്പോഴും കൂടെയുണ്ട്. ബാക്കിയുള്ള ശത്രുക്കളെ മുഴുവൻ അദ്ദേഹം ഒതുക്കി. LK അദ്വാനിയെ ഒതുക്കിയല്ലോ. വാജ്പേയി അപ്പോഴേക്കും പിന്നെ ഡിമെൻഷ്യ ബാധിച്ച് പോയി, പിന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യകാലത്ത് RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ സമുന്നത നേതാക്കളായിരുന്നവരെയൊക്കെ ഈ മീഡിയ മീഡിയ ഭീകരന്മാരെ ഉപയോഗിച്ച് ഒതുക്കി. ആ കോർപ്പറേറ്റുകളുടെ പിന്നിലാരാ? യഥാർത്ഥ കോർപ്പറേറ്റുകൾ നമുക്കറിയാം. കഴിഞ്ഞ 10-15 കൊല്ലത്തിനിപ്പുറം വളർന്നു വന്ന 2-3 ഭീമന്മാരിൽ ഒരാളാണ് അദാനിയും മറ്റൊരാൾ അംബാനിയും തുടങ്ങിയ ആൾക്കാർ. അവരാണ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. അതുകൊണ്ട് മോദി പ്രവർത്തിക്കുന്നത് അവരുടെ ദാസനായിട്ടാണ്. അവരാണ് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയത്. അവരാണ് ഹിന്ദു ഏകീകരണം എന്ന പേരിൽ എല്ലാ ജാതികളെയും ഒരു കൂടാരത്തിനകത്ത് കൊണ്ടുവന്നത്. അതിനവരെ സഹായിച്ചത് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് ഉപകാര സ്മരണയാണ് അദാനിക്ക് വേണ്ടിയും അംബാനിക്ക് വേണ്ടിയും ഇപ്പോൾ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ റഷ്യയിലാണ്, നാളെ ഓസ്ട്രിയയിലെത്തും. കഴിഞ്ഞ കൊല്ലമായിരുന്നു G20 ഉച്ചകോടി. നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് G20 ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മധ്യ യൂറോപ്പ്, മധ്യേഷ്യ, ഇന്ത്യ വ്യാപാര ഇടനാഴി. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു വ്യാപാര ഇടനാഴിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വ്യാപാര ഇടനാഴിയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഒരു G7 ഉച്ചകോടിക്ക് അദ്ദേഹം
റോമിൽ പോയിരുന്നു. അവിടെ വെച്ച് ഗ്രീക്ക് പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഗ്രീസിൽ പ്രത്യേക യാത്ര നടത്തിയ അദ്ദേഹം ഇപ്പോൾ റഷ്യയിലേക്കും ഓസ്ട്രിയയിലേക്കും പോയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി, അർത്ഥശാസ്ത്രം. എൻ്റെ പിന്നിലൊരു അർത്ഥശാസ്ത്രമുണ്ട്. 2 കൊല്ലം മുമ്പാണ് ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയത്, റഷ്യയും ഉക്രൈനും തമ്മിൽ, അവിടുത്തെ ക്രിമിയയ്ക്ക് വേണ്ടി. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിമിയയിൽ റഷ്യ ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതൽ, പക്ഷേ അത് ഉക്രൈനിൻ്റെ ഭാഗമാണ്. ടെറിറ്റോറിയലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉക്രൈൻ്റെ ഭാഗമാണ് ക്രിമിയ. പക്ഷേ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും സംസാരിക്കുന്നത് റഷ്യൻ ഭാഷ. അപ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് റഷ്യയോട് ചേരണം, ഈ പ്രദേശം ക്രിമിയ റഷ്യയോട് ചേരണം. ഉക്രൈൻ എതിർത്തു. തർക്കം നീണ്ടു നിന്നപ്പോൾ ഒരു പ്ലെബിസൈറ്റ് നടത്തി. ആ പ്ലെബിസൈറ്റിൽ 87% ക്രിമിയക്കാരും റഷ്യയോട് ചേരണമെന്നും ബാക്കിയുള്ളവർ ഉക്രൈനിൽ നിൽക്കാനും താല്പര്യം കാണിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ 2 രാജ്യങ്ങളും തമ്മിൽ നടന്ന അവസാനം തീരുമാനിച്ചു ക്രിമിയയെ റഷ്യയോട് ചേർക്കാം. 2 രാജ്യങ്ങൾ ഉക്രൈനും റഷ്യയും കൂടി തീരുമാനിച്ചു. 2014 അത് നിലവിൽ വന്നു. റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ് എന്ന് അന്ന് പ്രചരണം ഉണ്ടായി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇതാണ്. ഇങ്ങനെ വന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ റഷ്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ യുദ്ധത്തിലേക്ക് അന്നത്തെ ഈ ഉഭയകക്ഷി കരാർ ഒപ്പിട്ട് അന്നത്തെ ഉക്രൈൻ പ്രസിഡൻറ്റിനെ നാടുകടത്തി അയാളെ സ്ഥാനപ്രശ്നമാക്കി പുതിയ ആളെ കൊണ്ടുവന്നു. പുതിയ ആൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. യുദ്ധം നടന്നപ്പോൾ നാറ്റോ സഖ്യകക്ഷികളാണ് ഉക്രൈനെ സഹായിക്കുന്നത്. അപ്പോൾ റഷ്യ പറഞ്ഞു, റഷ്യയിൽ നിന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഞങ്ങൾ ഇനി തരില്ല. നാറ്റോ രാജ്യങ്ങളിൽ അംഗമായിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കൊടുക്കില്ല. ക്രൂഡ് ഓയിൽ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ ഊർജ പ്രതിസന്ധി ഉണ്ടാവും. അവിടെ ജലവൈദ്യുത പദ്ധതികളില്ല, ഡീസൽ പദ്ധതികളാണുള്ളത്. ഡീസൽ പദ്ധതിക്ക് ഏതാ വേണ്ടത്? ഓയിൽ വേണം. ആ ഓയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നാറ്റോ രാജ്യങ്ങൾ പ്രതിസന്ധിയിലായതുപോലെ റഷ്യയും പ്രതിസന്ധിയിലായി. എന്താ? ഈ ഓയിൽ വിറ്റ് വേണം പീരങ്കി വാങ്ങിക്കാൻ. ഈ ഓയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം റഷ്യക്ക് യുദ്ധം ചെയ്യാൻ. അപ്പോൾ റഷ്യ പ്രതിസന്ധിയിലായി. അപ്പോൾ ആപൽ ബാന്ധവനെ പോലെ ഇന്ത്യ എത്തി, നിങ്ങളുടെ ക്രൂഡ് ഓയിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം. ഞങ്ങളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്, അത് ഞങ്ങൾ കുറച്ചിട്ട് നിങ്ങളിൽ നിന്ന് വാങ്ങാം, നമുക്ക് ഉഭയകക്ഷി വ്യാപാര ധാരണയുണ്ടാക്കി. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. ആരിലൂടെ? അദാനിയിലൂടെ. അദാനി ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിലെ റിഫൈനറികൾ മാറ്റി അത് ഓയിലാക്കിയിട്ട് നാറ്റോ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്തു ഇരട്ടി വിലയ്ക്ക്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അതിനെ ഡീസലാക്കി മാറ്റാൻ, പെട്രോളാക്കി മാറ്റാൻ, ഏവിയേഷൻ സ്പിരിറ്റാക്കി മാറ്റാൻ തൊഴിലാളിക്ക് കൂടുതൽ കൂലി കൊടുക്കണം. യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ തൊഴിലാളിക്ക് കൂലി കുറവാണ്. അപ്പം ചീപ്പ് റിഫൈനറി നടക്കും. അങ്ങനെ ചീപ്പായിട്ട് റിഫൈൻ ചെയ്തു. ആ കാശ് നേരത്തെ റഷ്യയിൽ നിന്ന് എന്ത് വിലയ്ക്കാണോ അവർ വാങ്ങി ആ വിലയ്ക്ക് തിരിച്ചു വിറ്റു. അപ്പം ലാഭം ആർക്ക് പോയി? അതാണ്, അത് ഉറപ്പിക്കലാണ് ഒരു ലക്ഷ്യം. 2, ഈ വ്യാപാര ഇടനാഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വ്യാപാരി? മധ്യ യൂറോപ്പ് എന്ന് പറയുന്ന ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനിയുടെ കുറേ ഭാഗങ്ങൾ, അവിടെ നിന്നും ഗ്രീസിലേക്ക്, ഭൂപടം അറിയാമെങ്കിലേ മനസ്സിലാവുള്ളൂ, ഗ്രീസിലേക്ക് തീവണ്ടിപ്പാത പണിയും. ഗ്രീസിൽ 4 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ പുതുതായിട്ട് പണിയും. ആ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ നിന്ന് അതിൻ്റെ നിർമ്മാണ ഉത്തരവാദിത്വം അദാനിക്കാണ്. വിഴിഞ്ഞം പോലെ തന്നെ അതിൻ്റെയും ടെൻഡർ എടുത്തേക്ക് നേരെ അദാനിയാണ്. അവിടുന്ന് ഇസ്രായേലിലെ അന്താരാഷ്ട്ര തുറമുഖമായ അലീഫയിലെത്തും. അലീഫയുടെ നിയന്ത്രണം അദാനിക്കാണ്. അവിടുന്ന് ജോർദാൻ വഴി ബാഗ്ദാദിലേക്ക്, ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അന്താരാഷ്ട്ര തുറമുഖമാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അവിടേക്ക് തീവണ്ടി വഴി ചരക്കെത്തിക്കും. ബാഗ്ദാദിൽ നിന്നും ഗുജറാത്തിലെ ബാന്ദ്രേ തുറമുഖത്തിലേക്ക്, അത് അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, ഈ ചരക്കെത്തും. ബാന്ദ്രയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്തെത്തും. അത് ആരുടെ വകയാണ്? വിഴിഞ്ഞത്ത് നിന്ന് നേരെ അത് കൊളംബോയിലെത്തും. അതാരുടെ വകയാണ്? അദാനിയുടേതാണ്. അവിടുന്ന് നേരെ കൊലാലംപൂരിലേക്ക് എത്തും, മലയായിൽ,
അത് അദാനിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോഴാണ് ചൈന ഇടപെടുന്നത്. എൻ്റെ മുമ്പിൽ കയറി നീ ചുരണ്ടാൻ വരണ്ട. അതാണ് ഈ ശ്രീലങ്കയിലെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം. 2 കൊല്ലം മുമ്പ് പ്രസിഡന്റ് നാടുവിട്ടോടെന്ന പ്രശ്നമൊക്കെ വന്നല്ലോ. അതിൻ്റെ ഒരു അടിസ്ഥാനം അന്താരാഷ്ട്ര പോളിൽ ചൈനയുടെ ഇടപെടലും അമേരിക്കയുടെ ഇടപെടലും കൂടി ഉണ്ടായ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ വ്യാപാര ഇടനഴി കൊണ്ട് ആർക്കാ ഗുണം? അദാനിക്കാണ്. പക്ഷേ അന്താരാഷ്ട്ര ചർച്ചയായതുകൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലേ കരാർ ഒപ്പിടാൻ പറ്റൂ. അദാനിക്ക് പോയി നേരിട്ട് കരാർ ഒപ്പിടാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വേണം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ഓസ്ട്രിയൻ ഗവൺമെൻറ്റുമായിട്ടോ ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ റഷ്യൻ ഗവൺമെൻറ്റുമായിട്ടോ ഉഭയകക്ഷി ചർച്ച രാഷ്ട്രത്തലവന്മാർ തമ്മിൽ നടത്തുന്നു. അതിൻ്റെ ഡീല് ആർക്കു വേണ്ടി മാറ്റുന്നു? ഇപ്പോൾ നിങ്ങളിപ്പോൾ KSEBക്കാരാണ്. KSEBക്കാർ ഡീൽ ഉറപ്പിക്കുന്നു. സബ് കോൺട്രാക്ട് കൊടുക്കുന്ന ആർക്കാ? സർക്കാർ നേരിട്ട്. KSEB നേരിട്ടല്ലല്ലോ ചെയ്യുക. ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലേക്ക്, നിങ്ങൾക്കറിയുന്ന കേസാണ്. എന്നിട്ടത് വൈദ്യുതിയാക്കി മാറ്റിയതാരാ? അദാനി. KSEB വാങ്ങിയതോ കൂടിയ വിലയ്ക്ക്, ചുരുങ്ങിയ വിലയ്ക്ക്, ചുളു വിലയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്നും കൽക്കരി അദാനി ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യയിൽ അവരുടെ റിഫൈനറിയിൽ വെച്ചിട്ടത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രിസിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിൽക്കുന്നു. കൂട്ടത്തിൽ KSEBക്ക് പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചവും വെള്ളമൊക്കെ കിട്ടുന്നത് ഏതുകൊണ്ടാണ്? ഇവരുടെ കറണ്ട് കൊണ്ടാണ്. പക്ഷേ റേറ്റോ അത് നിർമ്മാണ ചെലവിനേക്കാൾ വളരെ കൂടിയ ലാഭത്തിന് അപ്പുറത്തെ ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് അദാനി. അപ്പോൾ അദാനിക്ക് വേണ്ടിയും അംബാനിക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള രാഷ്ട്രപ്പണി ചെയ്തു കൊടുക്കുന്നയാളാണിപ്പോൾ. അതിനെയാണ് സാമ്രാജ്യത്വത്തിൽ കോർപ്പറേറ്റിസം എന്ന് പറഞ്ഞാൽ 90-കൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടൊരു പ്രതിഭാസം. 90-കൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ഏകലോക സിദ്ധാന്തം കൊണ്ടുവന്നതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇത്, കോർപ്പറേറ്റിസം. അപ്പോൾ കോർപ്പറേറ്റിസത്തിൽ പറയുന്നത് ഇന്നലെ വരെ ഡെമോക്രസിയാണ്, അത് കഴിവുകെട്ടവരുടെ ഭരണമാണ്. എന്താ കഴിവുകെട്ടെന്ന് പറയാൻ കാരണം? ജനങ്ങളുടെ പ്രതിനിധി നേടി വോട്ട് വാങ്ങുന്ന അവിടെ ചിലവന് ഭരിക്കാൻ അറിയണമെന്നുണ്ടോ? നമ്മുടെ മന്ത്രിമാരും MLA മാരുടെയും പെർഫോമൻസ് എങ്ങനെയാണ്? വെളിയിൽ പറയണ്ട. അതിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതുമല്ല. ഒരു എക്സിക്യൂട്ടീവ്, ട്രെയിൻഡായ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യും പോലെ കൃത്യതയോടെ ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിന് കഴിയുമോ? കഴിയില്ല. കാരണം അവരുടെ രംഗം വേറെയാണ്. ആ രംഗത്തേക്ക് ഒരു എക്സിക്യൂട്ടീവ് പോയാലും പരാജയപ്പെട്ടു പോകും. MLAയുടെ റോളിലേക്കോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രംഗത്തേക്കോ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിൻഡായിട്ട് ആൾ പോയാൽ പരാജയപ്പെടും, തിരിച്ചും പരാജയപ്പെടും. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിക്കുന്ന സമ്പ്രദായമാണ്, അത് പരാജയമാണ്. ഇനി വേണ്ടത് മെറിറ്റോക്രസിയാണ്. ഗുണവാന്മാരുടെ ഭരണം, ഗുണാഢ്യ ഭരണമാണ് വേണ്ടത്. ആ ഗുണാഢ്യ ഭരണം ആര് തീരുമാനിക്കും? കോർപ്പറേറ്റുകൾ അവരുടെ എക്സിക്യൂട്ടീവിലൂടെ തീരുമാനിക്കും. ആ കോർപ്പറേറ്റുകൾ എക്സിക്യൂട്ടീവിലൂടെ തീരുമാനിക്കുന്ന ഭരണമാണ് ഇങ്ങനെ വരണത്. അത് 90-കൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട പ്രതിഭാസമാണ്. മിക്കവാറും രാഷ്ട്രങ്ങളുടെ തലവൻ എന്ന് വെച്ചാൽ പ്രസിഡന്റിനല്ല ഉദ്ദേശിക്കുന്നത്, എക്സിക്യൂട്ടീവിനെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന ആരാണ്? കോർപ്പറേറ്റുകളാണ്. അങ്ങനെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുന്നതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ആര് കൊണ്ടുപോകുന്നു? കോർപ്പറേറ്റുകൾ പോകുമ്പോൾ വിഴിഞ്ഞം പോയി, തിരുവനന്തപുരം വിമാനത്താവളം പോയി, റെയിൽവേ പോയി, അങ്ങനെ പലതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വേണം ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന വൈകാരികമായ ഒരു പ്രതിഭാസത്തെ വോട്ടാക്കി മാറ്റുന്നതിനു വേണ്ടി കോർപ്പറേറ്റുകൾ BJPയെ സഹായിച്ചത്, സംഘപരിവാറിനെ സഹായിച്ചത്. 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ 1 ഡസനോളം സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ഡസനിലേറെ സിനിമകൾ പ്രാദേശിക ഭാഷകളിലും പ്രത്യേകിച്ച് ഹിന്ദിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് കാശ്മീർ സ്റ്റോറി, കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, അങ്ങനെയുള്ള പലതും. പിന്നെ സീരിയലുകൾ, രാമായണം സീരിയൽ തുടങ്ങിയതാണ് 80-കളിൽ 90-കളിലൊക്കെ. രാമായണം സീരിയൽ, മഹാഭാരതം സീരിയൽ, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ ഇതിൻ്റെ മുന്നിലെത്തിക്കാൻ സാധിച്ചു. നല്ലൊരു വിഭാഗം ജനങ്ങളെ തീന്മേശയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ TV-യുടെ മുമ്പിലോ വൈകുന്നേരങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. അറിയാതെ വെള്ളത്തിൽ എണ്ണ പടരുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഹിന്ദു എന്ന വികാരം വന്നു. രാമനിങ്ങനെ വളർന്നു, അല്ലെങ്കിൽ യുദ്ധം ഇങ്ങനെ വളരുന്നു. അങ്ങനെ യുദ്ധത്തിനൊരു പ്രത്യേകത, മമതയുണ്ടാകുന്നു. ശത്രു സംഹാരമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് യാതൊരു നീതിയും നിയമവും ഇല്ലാതെ പ്രവർത്തിക്കാമെന്നൊരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ എത്ര ബോധപൂർവമായിട്ടാണ് അവർ ഓരോ രംഗം, കോർപ്പറേറ്റ് മീഡിയ എങ്ങനെയാണ് അവർ പിടിച്ചത്, ചലച്ചിത്രം എന്ന് പറയുന്ന മേഖലയാണ് അവരെങ്ങനെ സാധിച്ചത്, സാഹിത്യത്തെ എങ്ങനെയാണ് നിയന്ത്രിച്ചത്, വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ്. വിദ്യാഭ്യാസം വെച്ചാൽ മുഴുവൻ ജനങ്ങളും പഠിക്കുന്നത് ഏതാണ്? നവജാത ശിശുക്കൾ മുഴുവൻ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട് ഇന്ത്യയിലിപ്പോൾ, കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ആ നവജാത ശിശുക്കളിലേക്ക് വികാരം എത്തുന്നത് എങ്ങനെ? പാഠപുസ്തകങ്ങളിലൂടെയാണ്. ആ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ആരാ?
എവിടെയാ? ഒരു കേന്ദ്രീകൃത ഏജൻസി എന്നാണ് വരുന്നത്. ആ കേന്ദ്രീകൃത ഏജൻസിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ പേരായിരിക്കും വെളി വരിക. പക്ഷേ പണ്ഡിതൻ്റെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നമ്മൾ കാണുന്ന കുരങ്ങുകളിയാണ്. അങ്ങോട്ട് ചാടാക്കളില്ല ഇങ്ങനെ. പക്ഷേ അവൻ്റെ എളിയിൽ എന്ത് കിടപ്പുണ്ട്? ഒരു ചങ്ങല കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് ഇവരുടെ ഈ താല്പര്യ പൂരണത്തിനായിട്ട് ചെയ്യുന്നു. ആ താല്പര്യ പൂരണവും ഹിന്ദു ഏകീകരണവും എന്ന് പറയുന്നത് വൈകാരികമായി ഏകീകരിച്ച് ആർക്ക് കൊടുക്കാൻ? കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കാണുന്ന മുഴുവൻ അതാണ് സംഭവിക്കുന്നത്. കേരളത്തിലെ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 90കൾക്ക് ശേഷം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. അതിനടിസ്ഥാന കാരണം പ്രധാനമായിട്ടും ഭൂപരിഷ്കാരമാണ്. കാർഷിക ബന്ധങ്ങൾ പൊളിച്ചെഴുതിയതാണ്. അത് നേരത്തെ തുടങ്ങിയ കാര്യമാണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടുപോലെ തുടങ്ങി. മലബാറിലാണ് ഏറ്റവും വൈകി വന്നത്. ഇതിൻ്റെ എല്ലാം ഏകോപനമാണ് 957 കാർഷിക ബന്ധ നിയമം. ആ നിയമത്തിന് മുമ്പ് തൊട്ടു മുന്നേ വന്നതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. ആ നിയമം കാരണം കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അവർക്ക് മര്യാദ പാട്ടം നിശ്ചയിച്ചു. പഴയ ജന്മി നിശ്ചയിക്കുന്ന അന്യായ പാട്ടം പോയി മര്യാദ പാട്ടം വന്നു. ആ മര്യാദ പാട്ടം നിശ്ചയിക്കപ്പെട്ടപ്പോൾ കർഷകർക്ക് ഒരു സാമ്പത്തികമായ ശക്തി കിട്ടി. ആ സാമ്പത്തികമായൊരു ശാക്തീകരണമാണ് 1960കളിലെയും 70കളിലെയും കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനിടയായത്. 1951 തിരുക്കൊച്ചി നിയമപ്രകാരം 7ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം. 8, 9, 10 ക്ലാസ്സുകളിൽ പ്രതിമാസം 6 രൂപ ഫീസ് കൊടുത്ത് പഠിക്കണമായിരുന്നു. അങ്ങനെ പഠിച്ച ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും. 6 രൂപ ഫീസ്. 57 സർക്കാർ 8ാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കി. അപ്പോഴും 9ഉം 10ഉം ക്ലാസ്സിലെ ഫീസ് കൊടുക്കണം. 69 68 രണ്ടാം മന്ത്രിസഭയുടെ കാലത്താണ് 8, 9 ക്ലാസ്സുകളിലെ ഫീസ് ഒഴിവാക്കി സൗജന്യമാക്കി. അപ്പോൾ അതിനു മുമ്പ് പഠിക്കണമെങ്കിൽ എന്ത് വേണം? 6 രൂപ എങ്ങനെ ഉണ്ടാക്കും? കർഷകൻ്റെ ഭൂരിപക്ഷം ജനങ്ങളും കർഷകരാണ്, പിന്നെ തൊഴിലാളികളുമാണ്. ജന്മിമാർ കുറച്ചേ ഉള്ളൂ, മുതലാളിമാരും കുറച്ചേ ഉള്ളൂ, കച്ചവടക്കാരും കുറച്ചേ ഉള്ളൂ. ഭൂരിപക്ഷവും കർഷകരും കർഷക തൊഴിലാളികളുമാണ്. അവർക്കെങ്ങനെ 6 രൂപ ഉണ്ടാക്കാൻ പറ്റും? ഒരു പറ നെല്ലിന് 3 രൂപയാണ്. അപ്പോൾ 2 പറ നെല്ല് വിറ്റെങ്കിൽ മാത്രമേ ഒരു മാസം ഒരു കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു നാളികേരത്തിന് 2 അണയാണ് 50 കഥ. അത് 67, 68 ആകുമ്പോൾ 25 പൈസ 4 അണയായി. എനിക്ക് ഓർമ്മയുള്ള കാര്യം കൊണ്ടാണ് ഞാനത് പറയണത്. അപ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കും? ആ പണം ഉണ്ടാക്കാൻ സഹായിച്ചെന്താ? അന്യായപ്പാട്ടം പോയി മര്യാദ പാട്ടം വന്നപ്പോൾ അല്പം മിച്ചം കിട്ടി. അന്ന് SLC പാസ്സായ ജോലി ഉറപ്പാണ്. 7ാം ക്ലാസ് പാസ്സായ പോലീസിൽ ചേരാം, പ്യൂണാവാം സർക്കാർ ആഫീസിൽ. 10ാം ക്ലാസ് പാസ്സായ നല്ല മാർക്കുള്ളവനെ P&T നേരിട്ടെടുക്കും, ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട്. അങ്ങനെ പലരും പിന്നെ AE ആയിട്ടൊക്കെ റിട്ടയർ ചെയ്തിട്ടുമുണ്ട്. അന്ന് 210 മാർക്കാണ് ജയിക്കാൻ, 220 മാർക്ക്, പിന്നീടാണ് 210 360 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് മാസമുള്ളവർക്ക് ജോലി കിട്ടും. അപ്പം വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലി കിട്ടുമെന്ന് വന്നപ്പോൾ വിദ്യാഭ്യാസത്തോടെ ആഭിമുഖ്യം വന്നു. ജനങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന് പോയി. കൊടുത്ത് പഠിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? രക്ഷിതാക്കൾക്ക് കഴിഞ്ഞു. മാത്രമല്ല അക്കാലത്തെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും നിറഞ്ഞു നിന്നത് ആരൊക്കെയാണ്? പൊതുബോധത്തെ നിർമ്മിക്കുന്നതിലും അഭിപ്രായ രൂപീകരണം, നമ്മൾ ബുദ്ധിജീവികളെന്ന് പറയുന്ന വിഭാഗമാരാ. അത് 47 മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സമരത്തോട് ആഭിമുഖ്യം പുറത്തിരുന്ന സാഹിത്യകാരന്മാരായിരുന്നു. EMS, K. ദാമോദരൻ, KP കേശവമേനോൻ, കേളപ്പൻ. ഒരു കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, കേളപ്പൻ, അങ്ങനെയുള്ള ആൾക്കാർ. തായാട്ട് ശങ്കരൻ, കേസരി ബാലകൃഷ്ണപിള്ള, അദ്ദേഹം 59-60 മരിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി പേർ. അവർ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കവികൾ, ഉള്ളൂർ 48 മരിക്കുന്നത്, 58 വള്ളത്തോൾ മരിക്കുന്നത്. അവരുടെയൊക്കെ പിന്നാലെ വന്നവരാണ് വൈലോപ്പള്ളി, P. ഭാസ്കരൻ, തിരുനെല്ലൂർ, ONV, ഒരു നിര എഴുത്തുകാർ, കേശവദേവ്, ബഷീർ, തകഴി തുടങ്ങിയ എഴുത്തുകാർ. ഇവരൊക്കെ പൊതുമണ്ഡലത്തിൽ നിർമ്മിച്ച ബോധം എന്താണ്? ജന്മിവിരുദ്ധത, തൊഴിലാളി വർഗത്തോടുള്ള അനുഭാവം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശക്തി, സാംസ്കാരികമായൊരു ശക്തിയാണ് 90കളുടെ ആരംഭം വരെ കേരളത്തിലുണ്ടായിരുന്നത്. 90 മാറാൻ കാരണം എന്താ? ദേശീയമായിട്ട് പുത്തൻ സാമ്പത്തിക നയം സർക്കാർ കൊണ്ടുവന്നു. ആ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. നമ്മളതിനെ എന്താ പറഞ്ഞത്?
3 കരണത്രയം എന്ന് പറയുമായിരുന്നല്ലോ. സ്വകാര്യവൽക്കരണം, കച്ചവടവൽക്കരണം, ആഗോളവൽക്കരണം. 3 കരണത്രയം. അതിൻ്റെ ഫലം കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? കേരളത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൂടെയാണ്. 90-കൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു അൺഎയ്ഡഡ് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ, പേരൂർക്കടയുള്ള ലാ അക്കാഡമി ലോ കോളേജ്. ബാക്കി മുഴുവൻ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന എയ്ഡഡ് കോളേജുകളോ എയ്ഡഡ് സ്കൂളുകളോ ആണ്. അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രൊവിഷൻ KER ഉണ്ടായിരുന്നു. അൺഎയ്ഡഡ് സ്കൂൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ മുഴുവൻ ആൾക്കാർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളാണ്. 90-കൾക്ക് ശേഷമോ വൻതോതിലാണ്, കുതിച്ചു കയറ്റമാണ്. ആശുപത്രികളോ വൻതോതിലുണ്ടായി. അത് ദോഷമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ? ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനം കൊടുക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിരുന്നു. നേരത്തെ സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലോ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇവിടെ മൂലധനം നിക്ഷേപിക്കാൻ കഴിയുന്ന വ്യക്തികളുടെ പ്രവർത്തന അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പ്രവർത്തന ഫലമായി ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. നമ്മളത് കാണണം. അതിൽ ഭൂരിപക്ഷവും കേരളീയർ തന്നെയല്ലോ. ആശുപത്രി തുടങ്ങിയ എത്ര ആൾക്കാർ വേണം? മെഡിക്കൽ സ്റ്റാഫും വേണം, പാരാമെഡിക്കൽ സ്റ്റാഫും വേണം, സെക്യൂരിറ്റിക്കാരും. ഇവരൊക്കെ ആരാ? ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, പാരാമെഡിക്കൽ സ്റ്റാഫല്ലേ കൂടുതൽ, അതിനേക്കാൾ കൂടുതലല്ലേ മറ്റ് സ്റ്റാഫ്. ഇതൊക്കെ ആരാ? കേരളീയ. അപ്പോൾ കേരളീയർക്ക് തൊഴിൽ കിട്ടി. അപ്പോൾ ഈ അൺഎയ്ഡഡ് മേഖല ഒരു വശത്ത് സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമേ അത് നേടാൻ കഴിയുള്ളൂ എന്ന സാരം വന്നപ്പോൾ തന്നെ മറുഭാഗത്ത് തൊഴിലാളികളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന അവസ്ഥ വന്നു. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന മനോഭാവത്തിലേക്ക് കേരളീയരെത്തി. എന്തും വില കൊടുത്ത് വാങ്ങാം. നിങ്ങൾക്ക് ബിരുദം വേണോ? വില കൊടുത്ത് വാങ്ങാം. PSC മെമ്പർഷിപ്പ് വേണോ? വില കൊടുത്ത് വാങ്ങാം. അതല്ലേ അവിടെ കാണിക്കുന്നേ. ഉത്തരവാദപ്പെട്ടവന് നടപടിയെടുത്ത് പുറത്തു. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി കേരളത്തിൽ വന്നില്ലേ? ഉന്നതമായ സ്ഥാനങ്ങൾ പോലും കാശ് കൊടുത്താൽ വാങ്ങാം എന്നൊരു മനോഭാവത്തിലേക്ക് കേരളീയരെത്തിയതെങ്ങനെയാണ്? PSC മെമ്പർ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഐസ്ബർഗിൻ്റെ അല്ലെങ്കിൽ മഞ്ഞുമലയുടെ ശിഖരം മാത്രമാണ്. എയ്ഡഡ് സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് എങ്ങനെയാണ്? 57 വിദ്യാഭ്യാസ നിയമത്തിൽ സ്കൂളിലെ അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുമെന്നും നിയമനം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ്. PSCക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന് വിടുമെന്നുമാണ്. വിടാൻ പറ്റിയോ? അതിൻ്റെ പേരിലാണ് സമരം നടന്നത്. ഇതിവിടുത്തെ സ്ഥിതിയാണെങ്കിൽ CPക്ക് പറ്റിയ CP ആണ് ആദ്യത്തെ അടികൊണ്ടയാൾ. 945 ട്രാവൻകൂർ എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളും ദേശസാൽക്കരിക്കാനും സർക്കാർ ഏറ്റെടുക്കാനും ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കാനും തീരുമാനിച്ചു. 45 ഓഗസ്റ്റ് മാസത്തിൽ നിയമം പാസ്സായി. സെപ്റ്റംബർ മാസത്തിൽ രാജാവ് ഒപ്പിട്ടു. മദ്രാസിലെ ഗവർണറുടെ അനുവാദത്തിന് അയച്ചു. അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരി ബിഷപ്പ് കാളാശ്ശേരി പരസ്യമായി പ്രഖ്യാപിച്ചു, പത്രോസേ നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. യേശു പറഞ്ഞതാണ്, നിൻ്റെ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഈ പാറയിൽ പള്ളിയിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ബിഷപ്പ് കാളാശ്ശേരി പാറയിൽ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചതാണ്. നടപ്പിലായില്ല, നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ വിദ്യാഭ്യാസ ദേശസാൽക്കരണം CP ആയാലും അടി വാങ്ങി. അതാണ് പിന്നെ മുണ്ടശ്ശേരി വാങ്ങിച്ചത്. നടപ്പിലാക്കാൻ പറ്റിയോ? പറ്റിയില്ല. പക്ഷേ അന്ന് അധ്യാപക നിയമനത്തിലോ ജീവനക്കാരെ നിയമിക്കുന്നതിലോ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലോ കോഴ വാങ്ങിയിരുന്നോ? ഇല്ല. ഉണ്ടെങ്കിലും സംഭാവനയായിട്ട് കോളേജ് കെട്ടിടം പണിയാൻ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പലരും കൊടുക്കുമായിരുന്നു. 90-കൾക്ക് ശേഷമോ? 90 നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറ. നമ്മളാരും പൊട്ടന്മാരല്ലല്ലോ, കണ്ണും കാതും തുറന്ന് ജീവിച്ചിരിക്കുന്നവരല്ലേ. എയ്ഡഡ് സ്കൂളിലെ നിയമനത്തിന് എത്ര ലക്ഷമാണ്? എയ്ഡഡ് കോളേജിലെ നിയമനത്തിന് എത്ര ലക്ഷമാണ്? സ്വന്തം ജാതിക്കാർക്കേ കൊടുക്കൂ. പക്ഷേ ജാതിയിലെ സമ്പന്നർക്ക് മാത്രമല്ലേ ഗുണം കിട്ടൂ. അപ്പം നിലവിലിരിക്കുന്ന ജാതി മത സംഘടനകൾ സ്വന്തം സമുദായത്തിലെയും ജാതിയിലെയും മതത്തിലെയും പാവപ്പെട്ടവരെ രക്ഷിക്കാനാണോ അതോ സമ്പന്നരെ രക്ഷിക്കാനോ നിൽക്കുന്നത്? നമ്മൾ മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ഭുജികളാണ്, നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അശ്വത്ഥാമാഹത കുഞ്ചര എന്നുള്ളത് പതുക്കെ പറയാം. അശ്വത്ഥമാഹത PSCക്ക് കോഴ വാങ്ങുന്നു, മറ്റത് കുഞ്ചര. ഏത് ഏടെ സ്കൂളിലത് മിണ്ടൂല്ല. 40 ലക്ഷം 50 ലക്ഷം കൊടുത്താൽ ജോലി വാങ്ങിക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് ദേവസ്വം ബോർഡിലെ കോളേജിലും സ്കൂളിലും നിയമനം കിട്ടാൻ കാശ് വാങ്ങുന്നതിൻ്റെ ആക്ഷേപം ഉണ്ടല്ലോ. എനിക്കറിയില്ല വാങ്ങുന്നോ ഇല്ലയോ ഒന്ന്. ദേവസ്വം ബോർഡ് ആരുടെ നിയന്ത്രണത്തിലാണ്? ഭാഗികമായി സർക്കാർ നിയന്ത്രണത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലല്ലേ. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴെങ്കിലും ഇത് പറയണ്ടേ? കേരളം അതിലെന്തിലേക്കാണ് വഴിയാടി ഞാൻ പറയുന്ന എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന മനോഭാവത്തിലേക്ക്
കേരളീയർ എത്തിപ്പെട്ടു എന്നതിൻ്റെ മനോഭാവത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ? കേരള സർക്കാരിൻ്റെ ശ്രമഫലമായിട്ട്, പ്രവർത്തന ഫലമായിട്ട്, അത് നേരത്തെ 57 തൊട്ട് തുടങ്ങി പിന്നോട്ട് വരുന്ന സർക്കാരുകൾക്ക് പിന്നോട്ട് പോകാൻ കഴിയാതെ, പിന്നീട് വന്ന സർക്കാരുകൾക്ക് പിന്നോട്ട് പോകാൻ കഴിയാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ നഗരവൽക്കരിക്കപ്പെട്ടു. അർബനൈസേഷൻ ഓഫ് റൂറൽ കേരള. 5 കാര്യങ്ങൾ. ഏതായി 5 കാര്യം? 1, ഗതാഗത സൗകര്യം. ആ ഗതാഗത സൗകര്യം ഞാൻ പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല, KSRTCയും പ്രൈവറ്റ് ബസ്സും മാത്രമല്ല. മിക്കവാറും പേർക്ക് 2 വീലറുണ്ട്, 2 വീലറില്ലാത്തവർക്ക് 3 വീലർ സൗകര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ 4 വീലറുണ്ട്. ഒരു 5 കിലോമീറ്ററിനുള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷൻ കാണും, പെട്രോൾ വിൽക്കാനായിട്ട്. ഏത് ഗ്രാമപ്രദേശത്ത് നിങ്ങൾ പോയിക്കോളൂ. വാഹന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. കൈ കാശുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് പോവാം. ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്ത് വരും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് 2 വീലറുണ്ട്, അവൻ കാശുണ്ടായിക്കോളും. അപ്പോൾ ഗതാഗത സൗകര്യം വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് ഏതാ? ഗതാഗതമാണ്. 2, വിദ്യാഭ്യാസം. എല്ലാ പഞ്ചായത്തിലും വിദ്യാലയങ്ങളുണ്ട്. പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഹയർ സെക്കൻഡറി കാണും. ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ 2ഓ 3ഓ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ 12ാം ക്ലാസ് വരെ ഉരുട്ടി വിട്ട് പന്ത് പോകുന്ന പോലെ പഠിക്കാം. കാരണം 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ സൗജന്യമാണ്. വിദ്യാഭ്യാസ സൗജന്യമുണ്ട്. അത് എയ്ഡഡുണ്ട്, അല്ലെങ്കിൽ അൺഎയ്ഡഡുണ്ട്. രണ്ടായാലും കുട്ടിക്ക് സൗകര്യം കിട്ടുമോ? നമുക്ക് സേവനം ലഭിക്കുമോ ഇല്ലയോ? ആ സേവനം ലഭിക്കുന്നുണ്ടോ? എയ്ഡഡായാലും അൺഎയ്ഡായാലും പണമുള്ളവരല്ലേ അൺഎയ്ഡിൽ പോവുള്ളൂ. കിട്ടുന്നുണ്ട്. 3, ആരോഗ്യം. ആശുപത്രികൾ. ഒന്നുകിൽ സർക്കാർ ആശുപത്രികൾ, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ. ഇത് രണ്ടിനേക്കാൾ പ്രധാനം എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് മൊബൈലിലൂടെ ഡോക്ടറോട് സംസാരിക്കാം. രോഗികൾക്ക് ഡോക്ടർ അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാം. വേറെ രേഖയൊന്നും വേണ്ട. പണ്ടാണെങ്കിൽ കുറിപ്പുണ്ടെങ്കിലേ ചില മരുന്നുകൾ തരും. ഇപ്പോൾ ഡോക്ടർ വരുന്ന രേഖ വെച്ച് വാങ്ങിക്കാം. അപ്പോൾ ആ ഫെസിലിറ്റി ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഗ്രാമീണ കേരളീയർ ആരോഗ്യത്തിൽ ബോധവാന്മാരാണ്. ഒരു പ്രശ്നമുണ്ടായാൽ ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് അറിയാം. എൻ്റെ ബാല്യകാലത്ത് പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ജപിച്ച് ഭസ്മം ഇടും, ഇല്ലെങ്കിൽ ഒരു ചരട് ജപിച്ച് കെട്ടും. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്, പക്ഷേ മരുന്ന് കഴിച്ചതിന് ശേഷമേ ഉള്ളൂ. ആ വ്യത്യാസമാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ആദ്യം ഏതിനാ പ്രാധാന്യം? മരുന്ന് തന്നെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, വേണമെങ്കിൽ സ്കാൻ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആർക്കറിയാം? സാധാരണ കർഷക തൊഴിലാളിക്ക് വരെ അറിയാം. കാരണം കർഷക തൊഴിലാളിയും പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചു. 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചവനാണ് കർഷക തൊഴിലാളിയായിട്ട് ഇപ്പോൾ നാട്ടിൻ പുറത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് ബോധവാന്മാരാണ്. 5, പൊതുവിതരണം. പൊതുവിതരണം എന്ന് ഞാൻ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് റേഷൻ ഷാപ്പ് കാണും. റേഷൻ ഷാപ്പില്ലെങ്കിൽ വേറൊരു പ്രൊവിഷൻ സ്റ്റോറുണ്ട്. പലയിടത്തും സൂപ്പർ മാർക്കറ്റുകളും വന്നു കഴിഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നം അവിടുന്ന് വാങ്ങാൻ പറ്റുന്നു, പണം കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ ആ സാധനം ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്, പ്രൊവൈഡർ ഉണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, പൊതുവിതരണമാണ്. KSEB ഏത് നാട്ടും പുറത്തും കൊണ്ടുപോയി ഇത് കൊടുത്തിട്ടുണ്ട്, വൈദ്യുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ആണ്. പവർ കട്ടില്ലല്ലോ. വല്ല മരക്കോം പൊടിഞ്ഞു വീണോ, മഴ വന്നിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻ പിന്നെ വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്പം മണിക്കൂറുകൾക്ക് നിർത്തിവെക്കുന്ന അല്ലാതെ പവർ സപ്ലൈ ഉണ്ട്. വാട്ടർ സപ്ലൈയോ? നമ്മൾ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല, പൈപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കുന്നു. കിണർ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അപൂർവം കിണറിൽ മാത്രം മോട്ടോർ വെച്ച്. എന്നാലും നമ്മൾ വെള്ളം കപ്പിയിൽ ബക്കറ്റ് വെച്ച് കോരാറില്ല, മോട്ടോർ വെച്ച് കുടിക്കാം. മോട്ടോർ വേണമെങ്കിൽ അത് വേണം, കറണ്ട് വേണം. അപ്പോൾ പൊതുവിതരണം വെച്ച് ഈ 5 കാര്യങ്ങൾ ഗ്രാമീണ ജീവിതത്തെ മാറ്റിമറിച്ചു. ഗ്രാമീണ ജീവിതത്തെ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗ്രാമീണ ജനതയുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. ആ മനോഭാവം എന്താണ്? അത് തൊഴിലാളി വർഗ മനോഭാവമല്ല, മധ്യവർഗ മനോഭാവമാണ്. മിഡിൽ ക്ലാസിൻ്റേതാണ്. ആ മധ്യവർഗ മനോഭാവമാണ് കേരളത്തിലുടനീളം ഇന്നുള്ളത്. തൊഴിലാളി സംഘടനകളിൽ പോലും മധ്യവർഗ സ്വാധീനം വളരെ വലുതാണ്. മധ്യവർഗ മനോഭാവം. 30,000 രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പെറ്റി ബൂർഷയാണ്. 70,000 രൂപ ശമ്പളം പറ്റുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ തൊഴിലാളിയുമാണ്. കോൺട്രഡിക്ഷൻ മനസ്സിലായോ? 70,000 രൂപ ശമ്പളം പറ്റുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെയോ ബാങ്കിലെയോ ജീവനക്കാരൻ ആരെന്നാ പറയുന്നേ? തൊഴിലാളി. കാരണം തൊഴിലാളിക്ക് നമ്മൾ നിർവചനം കൊടുത്തിട്ടുണ്ട്. സ്വന്തം അധ്വാനശേഷി വിറ്റ് കിട്ടുന്നത് മാത്രമാണ് ജീവിക്കാനുള്ള മാർഗമെങ്കിൽ അവനെ തൊഴിലാളി എന്ന് വിളിക്കുക. അപ്പോൾ കോളേജ് അധ്യാപകൻ തൊഴിലാളിയാണ്. വേറെ പണിയൊന്നും അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാൻ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തൊഴിലാളി.
പക്ഷേ 30,000 രൂപ കിട്ടുന്നവൻ്റെ മനോഭാവമായിരിക്കും 1 ലക്ഷം രൂപ കിട്ടുന്നവൻ്റെ മനോഭാവം. നമ്മുടെ ജീവിതശൈലി മാറുന്നു. ജീവിതശൈലി മാറിയാൽ കുടുംബാന്തരീക്ഷം മാറുന്നു, കുടുംബാംഗങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു. ആ മാറ്റമാണ് ഞാൻ പറഞ്ഞത്, തൊഴിലാളി വർഗം പോലും മധ്യവർഗവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ പ്രമുഖമായ, എൻ്റെ നേതാവ് എന്നോട് പറഞ്ഞതാണ്, പ്രമുഖമായ ഒരു തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബാങ്ക് എംപ്ലോയിയാണ്. ചുമട്ടുതൊഴിലാളിയുടെയും കർഷക തൊഴിലാളിക്ക് പറയുന്നുണ്ട്, ചുമട്ടുതൊഴിലാളിയുടെയും മറ്റേ മോട്ടോർ വാഹന തൊഴിലാളിയുടെയൊക്കെ അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബാങ്കിൻ്റെ ആളാണ്. ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ശാരീരിക അധ്വാനം എന്ന് പറയുന്നത് കടലാസിലുള്ള പ്രവർത്തനം, മാനസികമാണ് കൂടുതലും പ്രവർത്തനം, മറ്റത് ശാരീരിക പ്രവർത്തനമാണ്. അപ്പോൾ മധ്യവർഗവൽക്കരണം അതിവേഗം നടന്നിരിക്കുന്നു. 2, നമ്മുടെ നഗരകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗരജീവിതം എലീറ്റൈസേഷൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരേണ്യവൽക്കരണം വന്നിരിക്കുന്നു. ഗ്രാമപ്രദേശങ്ങൾ നഗരവൽക്കരിക്കപ്പെടുകയും നഗരകേന്ദ്രങ്ങൾ വരേണ്യവൽക്കരിക്കപ്പെടുകയും. നഗരജീവിതം വ്യത്യസ്തമാണ്. ഗ്രാമത്തിലുള്ളവരാണ് ചേക്കേറി നഗരത്തിൽ വന്ന് താമസിക്കുന്നത്. നഗരത്തിൽ ജീവിത സാഹചര്യം വർദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അഫ്ലുവൻ്റ് ക്ലാസ് ആവുന്നു. പുറമേ നമ്മൾ തൊഴിലാളി വർഗ്ഗമാണ്, അവരുടെ ആഭിമുഖ്യം പുലർത്തും, കെട്ടിപ്പിടിക്കും, ഉമ്മം വയ്ക്കും, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. നമ്മൾ അറിയാതെ നമ്മുടെ മനോഭാവം എന്തായി മാറുന്നു? ഒരു വരേണ്യവർഗമായി മാറുന്നു. അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ആ വരേണ്യവർഗമാണ് തൃശ്ശൂരിൽ BJP ജയിപ്പിച്ചത്. തിരുവനന്തപുരത്തെ വരേണ്യവർഗത്തിലുണ്ടായ വ്യത്യാസം ഇയാൾക്ക് നമ്മുടെ ശശി തരൂരിന് അനുകൂലമായിട്ട് തീരപ്രദേശം വോട്ട് ചെയ്തുകൊണ്ടാണ്. അയാളുടെ ഭൂരിപക്ഷം 14,000 ആണെങ്കിൽ പോലും നേരത്തെ ഇനി പോന്നു, ഗ്രാഫ് താഴെ പോന്നു. എന്താ കാര്യം? 2 പ്രബല സ്ഥാനാർത്ഥികൾ തമ്മിൽ മധ്യവർഗത്തിൻ്റെ വോട്ട് ഭിന്നിച്ചു. ആര് തമ്മിൽ? രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ. നേരത്തെ ശശി തരൂരിന് ഒരുപാട് വോട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴോ 14,000-ലേക്ക് പോരാൻ കാര്യം എന്താ? വോട്ട് ഭിന്നിച്ചു. ആരുടെ വോട്ടാണ് ഭിന്നിച്ചത്? മധ്യവർഗത്തിൻ്റെ വോട്ടാണ്. ആ മധ്യവർഗത്തിൽ ആരും ഉണ്ട്? തൊഴിലാളി വർഗമെന്ന് പറയുന്ന ആളുമുണ്ട്. അപ്പോൾ ഈ മധ്യവർഗവൽക്കരണവും വരേണ്യവർഗവൽക്കരണവുമാണ് ഹിന്ദു ഐക്യം എന്ന സങ്കല്പനത്തെ മുന്നോട്ട് കൊണ്ടുപോയതും വിജയിപ്പിക്കുന്നതും. കേരള തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രതിഫലനം അതാണ്. അതിന് 26 ആയിരുന്നാലും 29 ആയിരുന്നാലും കഠിന ശ്രമം നടത്തിയില്ലെങ്കിൽ ഈ മധ്യവർഗ മനോഭാവത്തെ തൊഴിലാളി വർഗ മനോഭാവമാക്കി മാറ്റാൻ കഴിയില്ല. കാരണം ഈ മധ്യവർഗ മനോഭാവം വോട്ടായി മാറി രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലെത്തിയപ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? വിദൂരമായിട്ട്. മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി ഇരുന്ന് ചിരിക്കുകയാണെന്ന കഥാപാത്രം പറഞ്ഞില്ലേ? ഇല്ലേ? യഥാർത്ഥ രോഗി ആരാ? യഥാർത്ഥത്തിൽ ചിരിക്കുന്ന ആരാ? ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് ചിരിക്കുന്നത്. കാരണം എന്താ? ഇന്ത്യ എന്ന കമ്പോളം അവർക്ക് സ്വന്തമായി കിട്ടി. സർവ്വതിനെയും ചൂഷണം ചെയ്യാം. ചൂഷണം ചെയ്യുന്നുള്ള വാക്ക് വേറെ ഞാൻ പറഞ്ഞ ഈ അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ, പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. മണിപ്പൂരിലെ കലാപം എന്തിൻ്റെ പേരില്ല? നമ്മൾ വിചാരിച്ചു 2 ഗോത്രവർഗ്ഗക്കാർ തമ്മിലാണ്. അതാണ് പ്രത്യക്ഷത്തിൽ അതാണ്. പക്ഷേ അതിൻ്റെ പിന്നിലേതാ? ഈ പ്രതിപക്ഷം പാർലമെൻറ്റിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയൊരു സമയം തീർച്ചയായിട്ടും അവർ ഇറങ്ങിപ്പോകും. 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇറങ്ങിപ്പോകും. ആ സമയത്ത് ചർച്ച പോലും കൂടാതെ ഒരു നിയമം പാസ്സാക്കി. അതൊരു നിയമം ഇതാണ്: അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഏത് പ്രദേശവും കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാനും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാരിന് അധികാരം കിട്ടും. അതൊരു ഹിന്ദി പേരാണ്, എനിക്ക് പേരിപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ അധീനം എന്നൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത്. മിസോറം അല്ലെങ്കിൽ നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ 90% പ്രദേശങ്ങളും മലയോരമാണ്, ഹില്ലിയാണ്. 10% പ്രദേശത്തെ കൃഷിയുള്ളൂ. ആ 10% കൃഷി പ്രദേശവും കൈവശം വച്ചിരിക്കുന്ന മെയ്ത്തികളെന്ന് പറയുന്ന ന്യൂനപക്ഷമാണ്. ഈ ഗിരിപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കുക്കികൾ. ആ കുക്കികൾ അപ്പുറത്തെ അതിർത്തിയിൽ മ്യാൻമാറിലുമുണ്ട്. ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെ അതിർത്തി വെച്ചാൽ ബ്രിട്ടീഷുകാരാണ്. സർവേ കല്ലിൽ ചങ്ങല പിടിച്ചുകൊണ്ട് പോയത് ആരാ? മ്യാൻമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബർമ എന്ന് പറയുന്ന പഴയ പ്രദേശം 935 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 35 നിയമപ്രകാരമാണ് ബർമ എന്ന പുതിയ രാജ്യം രൂപീകരിച്ച് അതിർത്തി ഇട്ടത്. അതിർത്തി ഇട്ടപ്പോൾ സർവേ കല്ലിൽ നിന്ന് ചങ്ങല പിടിച്ചുകൊണ്ട് പോയപ്പോൾ കുറേ കുക്കികൾ കുന്നിൻ്റെ ചെരുവിൻ്റെ അപ്പുറം കുക്കി ബർമയിലായി, ഇപ്പുറത്തെ കുക്കി മണിപ്പൂരിലായി.
ഈ മണിപ്പൂരിലെ ഗിരിപ്രദേശങ്ങൾ മുഴുവൻ ധാതു സമ്പന്നമാണ്. എന്തിനാണ് ഛത്തീസ്ഗഡും പിന്നെ മറ്റേ 2 ഘട്ടം ഉണ്ടാക്കിയല്ലോ, പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയല്ലോ? എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം? കോർപ്പറേറ്റുകൾക്ക് മൈനിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ. ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉത്തരാഖണ്ഡും 3 ഒരുമിച്ചാണ് വന്നത്. ആ പ്രദേശത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടറാണ് പിന്നീട് കൊല്ലപ്പെട്ട ആൾ. അപ്പോൾ അവിടെ ധാതു സമ്പന്നമാണ്. ആ ധാതുക്കൾക്ക് ധാതുക്കളെ മൈൻ ചെയ്യാൻ ആർക്കേ അതാണ് ഞാൻ ചൂഷണം എന്ന് പറഞ്ഞത്. മൈൻ ചെയ്യാൻ ആർക്കേ സാധിക്കും? ഒന്നുകിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യണം. രണ്ടിനും മൂലധനം വേണം. മൂലധനം ഇല്ല. അപ്പോൾ ആർക്ക് മൂലധനമുണ്ട്? കോർപ്പറേറ്റുകൾക്ക് മൂലധനമുണ്ട്, അവർ ഒന്ന് നിക്ഷേപിക്കുന്നു. മണിപ്പൂരിലെ സംഭവം അതാണ്. 100 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നു, അവിടുന്ന് കുക്കികളെയും മൈത്തികളെയും ഒഴിപ്പിക്കുന്നു. ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടി ഏത് നിർമ്മാണ പ്രവർത്തനത്തിനോ അവിടെ ആയുധങ്ങൾ ശേഖരിക്കാനോ കേന്ദ്ര സർക്കാരിന് സാധിക്കും. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും വനസംരക്ഷണത്തെക്കുറിച്ചുമുള്ള ക്ലാസുകൾ എടുക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആരായിരിക്കും കൊണ്ടുവരുന്നത്? കേന്ദ്ര സർക്കാർ നേരിട്ടായിരിക്കുമോ അദാനിയുടെ അംബാനി യൂണിവേഴ്സിറ്റി ആയിരിക്കുമോ? അവർ വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്, കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ വരും. അതായിരുന്നു ഒരു ഉദ്ദേശം, അത് പാസ്സായി. അപ്പോൾ മണിപ്പൂർ കലാപത്തിൻ്റെ പിന്നിലാരെ ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നു. മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെ അതിപ്പോൾ ആരുടെ കയ്യിലാവുന്നു? അതിപ്പോൾ ഇനി കുറേ കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. കാരണം വാർത്തകൾ ആരും കോർപ്പറേറ്റുകൾ വിടുന്നില്ലല്ലോ വെളിയിൽ. ആരെങ്കിലും പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റും. നിയമം പാസ്സാക്കിയാൽ അതിൻ്റെ പ്രത്യേകത അറിയാം. മറ്റൊന്ന്, കേരളത്തെ ബാധിക്കുന്ന ഒരു നിയമം കൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ മിനിസ്റ്റർ പി രാജീവ് ഇടപെട്ടത് കാരണം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിയമം പാസ്സാക്കി നടപ്പിലാക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. എന്താണത്? തീരദേശത്തെ മൈനിങ്ങിനെ സംബന്ധിച്ചാണ്. കേരളത്തിൻ്റെ തീരം മിനറൽ റിച്ചാണ്, അതിപ്രാചീന കാലം പോലെയാണ്. അതുകൊണ്ടാണ് ചവറയിലെ മറ്റേ KMML നമ്മുടെ മണവാളക്കുറിച്ചി, കന്യാകുമാരി ജില്ലയിലെ മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പിന്നെ മൈൻ ഫാക്ടറി ഉണ്ടായിരുന്നു, മറ്റേ മിനറൽ ഫാക്ടറി ഉണ്ടായിരുന്നു. അതിൽ ആലപ്പുഴ ജില്ലയുടെ കരുനാഗപ്പള്ളി തൊട്ട് വടക്കോട്ടുള്ള പ്രദേശം. ഈ പ്രദേശത്തെ ഈ തീരദേശ സംരക്ഷണ നിയമപ്രകാരം ഏറ്റെടുക്കാനും 10 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള പ്രദേശം ഏറ്റെടുക്കാനും അവിടുന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും അവിടുത്തെ സാൻഡ് മൈനിങ്ങിനും, സാൻഡ് മൈനിങ് എന്ന് വെച്ചാൽ ഈ ധാതു ഖനനത്തിനുമുള്ള അധികാരം ഇപ്പോഴത്തെ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കേ ഉള്ളൂ. നിയമമുണ്ട് ഇപ്പോഴും. ഒന്നുകിൽ അങ്ങനെയാണ് ചവറ നടക്കുന്നത്, സംസ്ഥാന സർക്കാർ, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, ഇല്ലെങ്കിൽ 2 സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം. ഇപ്പം നിയമപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിനും അത് കൊടുക്കാം എന്നാണ്. അതാണ് രാജീവ് ഇടപെട്ടതും തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നതും. പക്ഷേ അത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സംസ്ഥാന സർക്കാരിനേക്കാൾ അധികാരം കൂടുതലാണ് ആർക്ക്? കേന്ദ്രത്തിന്. ഫെഡറൽ സംവിധാന പ്രകാരം കേന്ദ്രവും സംസ്ഥാനവും കൂടി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ആരുടെ നിയമമേ നിലനിൽക്കൂ? കേന്ദ്ര നിയമമേ നിലനിൽക്കൂ. അങ്ങനെയായിരിക്കും ഇനി കോടതിയിൽ പോയാൽ പോലും കേസ് വിധി വരുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാ? ഈ ഹിന്ദു ഏകീകരണം ആർക്ക് വേണ്ടിയാ? മാടമ്പള്ളിയിൽ യഥാർത്ഥത്തിൽ ചിരിക്കുന്ന ആരാ? ഈ കോർപ്പറേറ്റുകൾ. ആ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാം. ഞാനീ സംസാരിക്കുന്നതെല്ലാം അയാൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ബിജു മോഹൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആർക്കൊക്കെ കാണാം? ലോകത്തുള്ള മുഴുവൻ. എന്തിനാ കാലിഫോർണിയയിൽ എൻ്റെ മോള് താമസിക്കുന്നത്, അവൾ കണ്ടല്ലോ ഈ അച്ഛൻ്റെ ഒരു പ്രസംഗം കണ്ടല്ലോ, എന്തിനാണ് വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ പോരിയോ? ഇതൊക്കെ എന്നോട് ചോദിച്ചു. തല്ലി വാങ്ങാൻ ഇറക്കി പുറപ്പെടണമെന്ന്. ലോകം മുഴുവൻ കാണാൻ പറ്റും. ലോകം മുഴുവൻ കാണാൻ പറ്റും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്നേരാ? ഇതിലെ നിക്ഷേപം ആർക്കാ? BSNLൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാർ വന്നല്ലോ ഇല്ലേ? BSNLൻ്റെ കെട്ടിടങ്ങൾ വിൽക്കാൻ പോണിപ്പോൾ. പഴയതുപോലത്തെ സ്ഥാപനം വേണ്ട. കാരണം സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ ഇപ്പോൾ പഴയകാലത്ത് വലിയ സാധനം വയ്ക്കണം, ഇപ്പോൾ അത് വേണ്ട. പണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന പോക്കുകളിലുള്ള ഫാക്ടറിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് വേണ്ടല്ലോ. ടെക്നോ പാർക്കിൽ ഏതാനും ജീവനക്കാർ വന്ന് ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിലെടുക്കാം. അങ്കുലീചാലിതം നിന്ന് തള്ളും പാവ നിഴലായിരുന്നു ഞാനെന്ന് ONV പറഞ്ഞത്. അങ്കുലീചാലിതം, വിരൽ ചലിക്കുന്നതനുസരിച്ച് പാവകൾ കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? അദൃശ്യമായിട്ട് ഈ കോർപ്പറേറ്റുകളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തു ആര് തരുന്നതാ? പാക്ഡ് ഫുഡാണെങ്കിൽ, അല്ല മാമ്പഴമാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതല്ലേ? ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ ഏറ്റെടുത്താണ് അംബാനി കൃഷി ചെയ്യുന്നത്. ടെർമിനേറ്റർ എന്ന് പറയുന്ന പ്രത്യേക ഇനം വിത്ത് നല്ല വിളവ് തരും, കൃഷിക്കാർക്ക് വിതരണം ചെയ്യും. ഭൂമി പാട്ടത്തിനടുത്ത് അവന് കൃഷിക്ക് കൊടുക്കുകയാണ്, ഭൂമി വിലക്കെടുത്തിട്ട് അവർ പാട്ടത്തിന് കൊടുക്കുകയാണ്. അവൻ കൃഷി ചെയ്യുന്നു, നല്ല വിളവ് കിട്ടും. പക്ഷേ മുളക്കിയല്ല വിത്ത്. ബ്രോയിലർ കോഴിയെ പോലെ മുട്ടയിടില്ല. എന്തെങ്കിലും ബ്രോയിലർ കോഴി മുട്ടയിട്ട് കണ്ടിട്ടുണ്ടോ?
അത് 60 ദിവസം കഴിഞ്ഞാൽ കണ്ടിച്ച് തിന്നണം. പിന്നെ വെയിറ്റ് കൂടില്ല, അതുകൊണ്ട് അപ്പം കണ്ടിക്കണം, കാശാക്കണം. ചിക്കൻ 55 ചിക്കൻ 60. ചിക്കൻ 65 എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചിക്കൻ 60 വരെ 2 മാസം കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇറച്ചിയാക്കും. ആ കോഴി മുട്ടയിടില്ല, കാരണം പ്രത്യേകമായിട്ട് സങ്കര ഒരു ബ്രീഡിങ്ങിലൂടെ വളർത്തിയെടുക്കുന്നതാണ്. അതേപോലെയാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം. ടെർമിനേറ്റർ വിത്ത്. അപ്പോൾ വിത്ത് ആരുടെ നിയന്ത്രണത്തിലാണ്? കോർപ്പറേറ്റ് നിയന്ത്രണത്തിലാണ്. വളം ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? കോർപ്പറേറ്റുകളാണ്. കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? കോർപ്പറേറ്റുകളാണ്. ഈ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആരാ? ട്രാക്ടറും ടില്ലറും പിക്കാസും മൺവെട്ടിയല്ല. പണ്ട് കൊല്ലൻ ഉണ്ടാക്കിയിരുന്നല്ല, ഇപ്പോൾ ആരാ ഉണ്ടാക്കുന്നത്? ടാറ്റ എന്ന വലിയ കൊല്ലനാണ്, പെരുംകൊല്ലനാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങി വേണം കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ. പക്ഷേ അവൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്ന ആരാ? അവനല്ല, അതും കോർപ്പറേറ്റാണ്. അതാണ് ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും കാർഷിക മേഖല സ്ഥിതി ചെയ്താൽ. ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടി വരുന്നത്. ആ പ്രവർത്തനം തൊഴിലാളി വർഗ പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ മറ്റേ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനമാണ്. ആ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കഥയും സാഹിത്യവും മാത്രമല്ല. ഓലച്ചൂട്ട് പോലെ കത്തിപ്പടരുകയും ഒരു പിടി ചാരം പോലും കിട്ടാത്ത സാഹിത്യ പ്രവർത്തനമല്ല സാംസ്കാരികം എന്ന് പറയണത്. നിങ്ങൾ ഓലച്ചൂട്ട് കണ്ടിട്ടുണ്ടോ? ആളി കത്തും, ചാമ്പലുണ്ടോ? ഇല്ല. പിന്നീട് തീ കത്തുവോ? അതുമില്ല. പക്ഷേ പുളിവിറകാണെങ്കിലോ കത്തും, കനലവിടെ കിടക്കും, പിറ്റേന്ന് ചകിരി വെച്ച് ഊതി പെരിപ്പിച്ചാൽ. അതാണ് സാംസ്കാരിക പ്രവർത്തനം. അല്ലാതെ 4 കവിത ഞാൻ ആൾക്കാരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കവിത പറയുന്നതോ കഥ പറയുന്നതോ, ഇവിടെ ഒരു കവി കൊണ്ട് എനിക്ക് പുസ്തകം തന്നു എന്നും പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ പറയും. അല്ല, അദ്ദേഹം ഇരുന്നാലും അദ്ദേഹം കേൾക്കേണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. അവരെ അവമാനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കാൻ വേണ്ടിയിട്ടോ അല്ല. അതുമാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലാണ്. ആഹാരം സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? അതിൻ്റെ ഭാഗമായതുകൊണ്ടാണല്ലോ നമ്മൾ പശു ഇറച്ചി തിന്നരുതെന്ന് പറയുന്നത്. പന്നി ഇറച്ചി കഴിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ. പഴങ്കഞ്ഞി കുടിക്കരുതെന്നും പറയുന്നത് അതുകൊണ്ടല്ലേ. ആഹാരം, വസ്ത്രം എങ്ങനെ ധരിക്കണം? ഹിജാബ് ധരിക്കണമോ വേണ്ടയോ? അതോ ദിഗംബരനായിട്ട് നടക്കണമോ? ഉണ്ടല്ലോ, അതിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. കൗവീന മാത്രധാരിയായിട്ട് നടക്കാൻ പത്മഭൂഷിക്കൊണ്ട്, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വസ്ത്രം സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? പാർപ്പിടം, വിദ്യാഭ്യാസം, വിശ്വാസം, വിചാരം എന്ന് വെച്ചാൽ ഫിലോസഫി, തോട്ട്, സഞ്ചരിക്കണോ വേണ്ടയോ? പുഴ കടക്കണോ വേണ്ടയോ? പണ്ട് കാലാപാനി എന്നാണ് പറഞ്ഞത്. എന്താ? കറുത്ത വെള്ളം കടക്കുന്നത് ഹിന്ദുവിന് നിഷിദ്ധമാണ്. കടൽ കടക്കാൻ പാടില്ല. കടലിൻ്റെ നിറം കറുപ്പാണ്. നമ്മൾ നോക്കിയപ്പോൾ നീലയാണ്, അവർ നോക്കിയപ്പോൾ കറുത്തതായി. അതുകൊണ്ടാണ് കാലാപാനി എന്ന് പറഞ്ഞു. കാലാപാനി കടക്കാൻ പാടില്ല. കടന്നവൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും ത്രൈവർണികർക്ക്. അപ്പോൾ സഞ്ചാരം, ഭാഷ, സാഹിത്യം, കല, കായികം, ഇതെല്ലാം സംസ്കാരമാണ്. ഇവിടെ എല്ലാം ചിട്ടയായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ? സംഘപരിവാർ ആഹാരത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? വസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? പാർപ്പിടത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? സർവ്വ മേഖലയിലും പ്രവർത്തിക്കുന്നു. നമ്മളോ 3-4 പാട്ടും പാടി തെരുവോരത്തിനിങ്ങനെ നടക്കും. അവർ വിദ്യാഭ്യാസത്തിൽ ഇടപെട്ടു. അങ്ങനെയാണല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി മാറുന്നത്. 2020 എന്ന് പറഞ്ഞ പുതിയ പാഠ്യപദ്ധതി വന്നില്ലേ? അതറിയാം എങ്ങനെയാണ് വേണ്ടത്. കാരണം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ നാവിൽ ഇറ്റിക്കുന്നത്. കോളനി എന്ന് പറഞ്ഞൊരു നോവലിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ പറഞ്ഞിട്ടുണ്ട്. കോളനി പട്ടിണിക്കാരാണ്, അതുകൊണ്ട് കുട്ടി പട്ടിണി അറിയാതിരിക്കാൻ വേണ്ടി നാവിൽ ചാരായ ഇറ്റിച്ചു കൊടുക്കുന്നു. അതിങ്ങനെ മയങ്ങിക്കിടക്കും. അതുപോലെ നമ്മുടെ നാവിലേക്ക്, കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് ഇറ്റിച്ച് വിടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വിഷം കടന്നു വരുന്നതെന്ന്, മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പ്രവർത്തനം, ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനം സമഗ്രമായ ജീവിതശൈലിയുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിച്ചു വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം. പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് കൾച്ചർ. സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് അതാണ്. ആ രാഷ്ട്രീയമാണ് നമ്മൾ പയറ്റേണ്ടത്. അത് മധ്യവർഗമായിരുന്നാലും, മധ്യവർഗം പുരോഗമന സ്വഭാവമുള്ളവരാണ്. എപ്പോഴും അങ്ങനെ ചാഞ്ചാട്ട സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ക്ലോക്കിലെ പെൻറ്റിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. നല്ലത് ചെയ്താൽ പിന്തുണയ്ക്കും, കിട്ടാതായാൽ പ്രതികൂലിക്കും. അത് ചാഞ്ചാട്ട സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അത് മധ്യവർഗത്തിൻ്റെ സ്ഥായിയായി. പക്ഷേ മധ്യവർഗം എല്ലാ കാലത്തും പുരോഗമന സ്വഭാവം എടുത്തിട്ടുണ്ട്. ഒരു വിഭാഗം, മുഴുവനല്ല. ആ മധ്യവർഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാ രാജ്യങ്ങളിലും വിപ്ലവം നടന്നിട്ടുള്ളിടത്തൊക്കെ തൊഴിലാളി വർഗത്തിന് വിജയിക്കാൻ സാധിച്ചത്.
അതുകൊണ്ട് അതിനെ തള്ളിപ്പറയാനല്ല, അവരിൽ മാറ്റം വരുത്താനുള്ള ശ്രമമാണ് വേണ്ടത്. ആ ശ്രമത്തിന് യുവാക്കളും ബാല്യകാലത്തിലുമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.